നോക്കിക്കോളൂ നമ്മുടെ തൈര് എങ്ങനെ ഇരിക്കണമെന്ന്. ഇതാ നന്നായിട്ട് ഇതാ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിച്ചെടുക്കാം. ഇതാ ഓരോരോ പീസായിട്ട് വരുന്നേണ്ട ഒഴിക്കുന്ന തൈരാണ്. ഇത്രയൊക്കെ കട്ടി ഉണ്ടാവുള്ളൂ. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ചിലവർക്ക് മിക്സിയിലിട്ടൊന്നും അടിക്കണ്ട, ഇങ്ങനെ തന്നെ കഴിക്കുന്നവരും ആയിരിക്കും. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കട്ട തൈരാണ് ഉണ്ടാക്കാൻ പോണത്. അതായത് ഹോട്ടലിലും നമ്മുടെ വീട്ടിലും എങ്ങനെ നമുക്ക് തൈര് വീട്ടിൽ തയ്യാറാക്കാം, അത് രണ്ട് വിധമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി നമുക്കൊരു കട്ട തൈര് വേണം പറഞ്ഞാൽ നമുക്ക് ബോക്സിലായിട്ട് കിട്ടും, നമ്മളത് എടുത്ത് കഴിക്കും. അതായത് അതിൻ്റെ ആ പുളിപ്പും ഇതൊക്കെ ഒന്ന് കറക്റ്റായിരിക്കും. ചിലവർക്ക് നല്ല പുളി വേണം, ചിലവർക്ക് അത്ര പുളി വേണ്ട. അപ്പോൾ അത് രണ്ടെണ്ണമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമുക്ക് അതിനുള്ള പാൽ എങ്ങനെയാണ് കാച്ചുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് പാലാണ് ഫസ്റ്റ് വേണ്ടത്. ഞാനിത് പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കോളാം, ഒരു 3 ലിറ്റർ വാങ്ങിയിട്ടുണ്ട്. അതായത് നല്ല കട്ടിയുള്ള പശുവും പാലാണ്. എന്നാലും നമ്മൾക്ക് നല്ല പോലെ ഇത് കാച്ചി എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ കവർ പാലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഏത് പാലിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, നല്ല പോലെ കാച്ചി നല്ല കട്ടിയാക്കണം എന്നേ ഉള്ളൂ. കൈ വിടാതെ ഇളക്കുകയും വേണം. എന്താ വെച്ചാൽ പാലിൻ്റെ പാട വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് ബുദ്ധിമുട്ടാണ്. എപ്പോഴും കൈ ഇളക്കിക്കൊണ്ടിരുന്ന് നല്ല കട്ടിയിൽ നമ്മൾ ഇളക്കണം. പിന്നെ നമ്മൾക്ക് പറയാനുള്ളത്, ഏറ്റവും നമ്മുടെ പാലിലെ നമുക്കിപ്പോൾ തൈര് നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പാല് നല്ല പോലെ കാച്ചി കട്ടിയാക്കി എടുക്കണം. എന്നാലേ നമ്മൾക്ക് തൈര് നല്ല കട്ടിയിൽ കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നെ കട്ടിപ്പാല് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി വെള്ളം അതിലാവും. കട്ടിപ്പാലല്ല, ഏത് പാല് നിങ്ങൾ ഉപയോഗിച്ചോളും. നല്ല പോലെ കായാൻ വെച്ച് കാച്ചി ശേഷമാണ് നമ്മൾ ഒഴിക്കണം വെച്ചാൽ നിങ്ങൾ വിചാരിച്ച കട്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഇപ്പം ഞാനൊരു 3 ലിറ്റർ പാല് വാങ്ങിച്ചിട്ടുണ്ട്. 2 തൈര് എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് വീട്ടിലെത്തിയും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബോക്സിൽ കിട്ടുന്ന തൈരുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ പാലിൻ്റെ തൈരാണ് 2 കാണിച്ചു തരുന്നത്. ഞാൻ 1.5 ലിറ്ററാണ് ഞാൻ എടുക്കുന്നത്. അതെങ്ങനെയാണ് ഒഴിക്കണമെന്ന് നോക്കിക്കോളും. ഇനി നമുക്ക് ഈ പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എങ്ങനെയാണ് തിളപ്പിക്കണമെന്ന് നോക്കിക്കോളൂ. ഇപ്പുറത്തും കൂടെ വെച്ച് കൊടുക്കാം. കൈ വിടാതെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്കി കൊടുക്കാതെ ഇരിക്കുക. നമ്മൾക്കിപ്പോൾ വീട്ടിലാണ് നമ്മൾ അങ്ങനെ കാച്ചി നിങ്ങൾക്ക് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിലൊന്ന് ഗ്യാസ് സിമ്മിലാക്കി വെച്ച് ഇളക്കി കൊടുക്കണമെന്നില്ല. എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ നല്ല തൈരായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെട്ടേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇതിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ രണ്ടും ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ച് എത്ര വറ്റണതെന്നൊന്ന് നോക്കട്ടെ. അതായത് സുമാർ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇത് നല്ല പോലെ തിളച്ച് നല്ല വറ്റണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തൈര്. അപ്പം ഞാനിതൊന്ന് നല്ല തിളച്ചിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കേണ്ട തൈരിൻ്റെ പാല് റെഡിയായി. നോക്കിക്കോളൂ, ഇത്രയും കായണം, നന്നായി നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ ആവണം. അപ്പോൾ നമുക്കിത് ഓഫാക്കി ഇടാം. ഇത് ഞാൻ ചെറു തീയിൽ വെച്ചിട്ട് മെല്ലെ ആവണുള്ളൂ. നമ്മുടെ ഇപ്പോൾ കട്ടി തൈരിൻ്റെ മെല്ലെ ആവണം. നല്ല ഞാൻ ബോക്സിൽ നമ്മൾ എടുത്ത് കഴിക്കാൻ പറഞ്ഞില്ലേ, അതിൻ്റെ പാലാവണേ ഉള്ളൂ. അത് ഓഫാക്കി ഇത് നന്നായി നോക്കിക്കോളൂ. ഇനിയും കൂടി ഒരു അരമണിക്കൂറും കൂടി ഇരുന്ന് നല്ലോണം കാച്ചിയാൽ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയിട്ട് എന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, പാലിൻ്റെ പാട കെട്ടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല കട്ടി തൈരിൻ്റെ പാലും ആയിട്ടുണ്ട്. നന്നായി നോക്കിക്കോളൂ. ഒരു 3/4 മണിക്കൂർ നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഇരുന്നതാണ്. ഇതിപ്പോൾ നല്ല വറ്റി ഇതാ നോക്കിക്കോളൂ, പാൽ ഇത്രയും കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി ഈ രണ്ടും ഇത്തിരി നല്ല അതായത് വീട്ടിലുണ്ടാക്കുന്ന തൈര് നല്ല തണുക്കണം. ഇത് അതായത് നമുക്കിങ്ങനെ കൈയിട്ടാൽ കൈ ചൂട് അത്ര ഇതാവാത്ത ലെവലിൽ ചൂടാറണം. അപ്പോൾ രണ്ടും ഒന്ന് നന്നായി ചൂടാറട്ടെ, അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ
അങ്ങനെ പാല് നല്ലപോലെ ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ തൈരിൻ്റെ പാലാണ്. ഇത് നമുക്കൊന്ന് തൊട്ട് നോക്കാം. അപ്പം ഇങ്ങനെ തൊടുമ്പോൾ നല്ല ചൂടുണ്ട്, അതായത് നമുക്കിങ്ങനെ കൈ പൊള്ളില്ല, ആ ലെവലിൽ ചൂടായിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. ഇത് നമ്മുടെ സാധാരണ വീട്ടിൽ നമുക്ക് തൈരൊക്കെ ആകണത് പോലെയാണ്. ഇത് നല്ല പോലെ ഒന്ന് ചൂടാറണം. ഇത് അതേപോലെ ചൂട് തന്നെയാണ്. ഇത് നല്ല ചൂടാറണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ഉറയൊഴിച്ച് വെക്കാം. അപ്പം ഞാൻ ഉറയൊഴിച്ച് കൊടുക്കുക പറഞ്ഞാൽ ഉറയൊഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ്. ഞാൻ ഒരു തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഇതാ നല്ല കട്ടി വേണം. ഒരു തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ല പുളിയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലൊഴിച്ച് കൊടുക്കാം. ചെറു ചൂടാണ്, നോക്കണം. അതും പ്രത്യേകം പറയണ്ട. ചെറു ചൂട്ടിൽ ഒഴിച്ചാലേ ആവുള്ളൂ. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അങ്ങനെ അത് ഒരു 8 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അനക്കാൻ പാടില്ല. നമ്മൾ വെച്ചോടത്തുനിന്ന് അനക്കാതെ അങ്ങനെ തന്നെ ഇരിക്കണം. നമുക്കപ്പോൾ മൂടി വെക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. അനക്കാൻ പാടില്ല, അങ്ങനെ ഇരിക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകാൻ കാണിച്ചു തരുന്നത്. നല്ല പുളിയുള്ള ഒരു ഗ്ലാസ് ഉറ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുണ്ട്. പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി മൂടി വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു 6 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 8 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന കട്ടി തൈരാണ് ഫസ്റ്റ് തുറന്ന് കാണിച്ചു തരാൻ പോണത്. നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. നോക്കിക്കോളൂ, നന്നായി നോക്കിക്കോളൂ. ഇനി ഞാനത് എടുത്ത് കാണിച്ചു തരാം. ഇതാ ഓരോ നമുക്ക് എങ്ങനെ പീസ് വേണമെങ്കിലും ആക്കാം. ഇതാ നോക്കിക്കോളൂ. ഇതാ ഇത്രയും കട്ടിയിൽ നമുക്ക് ഇതാ നല്ല കട്ടിയായിട്ട് നമുക്ക് തൈര് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കട്ടി തൈര് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തന്നു. അതായത് ചെറു ചൂടും വേണം, നല്ലോണം പാല്, നല്ല നമ്മൾ പശുപാല് വാങ്ങിച്ച് നല്ലോണം കായാൻ വെക്കണം. അതായത് 1 മണിക്കൂറെങ്കിലും നല്ല പോലെ കാച്ചി എടുക്കണം. എന്നാലേ നമുക്ക് നല്ല കട്ടിയിൽ തൈര് കിട്ടാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റിയായി കിട്ടണമെങ്കിൽ അത്രയും വറ്റിച്ചാലേ നമ്മൾക്ക് ആ പാല് റെഡി ആവുള്ളൂ. നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കഴിക്കുമ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കട്ടി തൈര് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ എന്താണ് അടുത്തത് വേനൽക്കാലങ്ങളൊക്കെ വരാൻ പോകണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും തൈര് കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ കട്ടി എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി സാധാരണ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ ഉറയൊഴിച്ച് വെക്കുക രാവിലെ, ആ പാലിൻ്റെ ആ തൈരാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത്. അതായത് സാധാരണ പാല് കാച്ചണോ തണുപ്പിക്കണോ ഉറയൊഴിച്ച് വെക്കണം, ആ തൈരും കൂടിയാണ് ഞങ്ങൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണം. നമുക്കിനി അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉറയൊഴിക്കുന്ന തൈര് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരണ്ടല്ലോ. നോക്കിക്കോളൂ. ഇതാ സാധാരണ നമ്മളിപ്പോൾ ഉറയൊഴിക്കുന്ന തൈരാണ്. ഇത്രയൊക്കെ കട്ടി ഉണ്ടാവുള്ളൂ. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കും. ഇതാ കണ്ടില്ലേ, നന്നായി നോക്കിക്കോളൂ. ഞാൻ അതിൽ ഒഴിച്ച് അടിച്ചു തരാം. ചിലവർക്ക് മിക്സിയിലിട്ടൊന്നും അടിക്കണ്ട, ഇങ്ങനെ തന്നെ കഴിക്കണവരും ആയിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൈരൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശുദ്ധമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ധൈര്യത്തിൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ എങ്ങനെയാണ് തൈര് ഉണ്ടാക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് വൈകിട്ടാണ് ഇതേപോലെ തൈര് വേണ്ടത് വെച്ചിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ രാവിലെ ഉറയൊഴിച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും കറക്റ്റ് ആവും. ഇല്ല നമുക്ക് രാവിലേക്കാണ് തൈര് വേണ്ടത് വെച്ചാൽ രാത്രി ഉറയൊഴിച്ച് വെച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ ഇത്രയേ പുളി ഉണ്ടാവുള്ളൂ. അതൊന്നും ചിലവർക്ക് നല്ല പുളി വേണം, ചിലവർക്ക് അത്ര പുളി വേണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ ഈ 8 മണിക്കൂർ പറഞ്ഞു തന്നതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അവർക്ക് അധികം പുളി വേണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പോൾ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമ്മൾക്ക് കഴിക്കാനുള്ളത്. ഇത്രയാണ് ഞാൻ ഇതിൽ പറയാൻ. ഇതിൽ നിങ്ങൾക്ക് ഏത് തൈരാണ് അധികം ഇഷ്ടം? അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടി തൈരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോരി നമുക്ക് ചോറിലിട്ട് കഴിക്കാൻ ഏതെങ്കിലും ഒരു അച്ചാർ മതി നമ്മൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഒത്തിരി വെള്ളം പോലെ ആയിരിക്കും. ഇത് നമുക്ക് ചുടു ചോറിൽ ഈ തൈര് കട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും അധികം ആകില്ല. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത്രയൊക്കെ എനിക്കിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ തൈര് കുടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിലോ നമ്മൾക്കിതിൽ നിന്ന് ഇപ്പോൾ ഒരു 1.5 ഗ്ലാസ് തൈര് എടുത്ത് ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ അടിച്ചു കഴിഞ്ഞാൽ മോരായി. അതൊഴിച്ചിട്ട് നമുക്ക് ചോറുണ്ണാം. തൈര് ഒഴിച്ചിട്ടും ചോറുണ്ണാം. ഏതിലാണെങ്കിലും നമുക്ക് നല്ല ഇഷ്ടം തന്നെയാണ്. ചില കുട്ടികൾക്ക് ഇത് പഞ്ചസാര ഇട്ട് കഴിക്കും. കട്ടി തൈരിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്ന കുട്ടികളും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അധികം ഈ തൈര് കട്ടിയാക്കി എടുക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ആലോചിച്ച് ഒന്ന് ചെയ്ത് നോക്കിയത്. അതായത് പാല് എത്ര നമ്മൾ 1 ലിറ്റർ മേടിക്കണ്ടെങ്കിൽ അതൊരു 3/4 ലിറ്റർ ആക്കണം. നല്ല പോലെ കായാൻ വെച്ച് ചെറു ചൂട്ടിലാണ് കട്ടിപ്പാലിനും അതേസമയം കട്ടി തൈരിന് ചെറു ചൂട്ടിൽ ഉറയൊഴിക്കാനും അതേ സമയത്ത് നമുക്ക് മോരിനാണെങ്കിലോ തൈരിനാണെങ്കിലോ നല്ല പുളിയോടെ ഉള്ളത് നല്ല പോലെ തണുത്ത് ആറിയിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് എടുത്ത് പറയണ്ടേ. ഇതിനെയും കളി ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ വിടുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.